നമസ്കാരം. ഞാൻ കുട്ടനാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ പതിവുപോലെ എല്ലാ വർഷവും നടത്തി വരുന്ന പോലുള്ള വളരെ കേമമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇപ്രാവശ്യവും നടത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേപോലെ എല്ലാ ആചാരങ്ങളും നടന്ന പോലെ അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നല്ല രീതിയിലുള്ള എല്ലാ ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഉത്സവം ഞങ്ങൾ നടത്തുകയാണ്. ഈ ഉത്സവം ഇന്നലെ 17-ാം തീയതി തുടങ്ങിയതാണ്. അതിനുശേഷം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണ് യഥാർത്ഥ തിരുവുത്സവം. ഈ തിരുവുത്സവത്തിൽ നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നദാനം ഇന്നലെയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും പ്രഭാത ഭക്ഷണവും അന്നദാനവും ഉണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ ഇന്ന് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും സുഭിക്ഷമായിട്ട് എല്ലാ രീതിയിലുള്ള അന്നദാനവുമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ഒരു 3:30 മണിയോടുകൂടി ഇവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേൽത്തായിട്ട് പുറത്തു പോകുന്നതാണ്. പോയതിന് ശേഷം ഏതാണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് 10 മണിക്കകത്ത് തന്നെ തിരിച്ച് അമ്പലത്തിലേക്ക് തിരിച്ച് വരികയും അതിനുശേഷം ഇതിന് ബാക്കി പരിപാടികളെല്ലാം തുടങ്ങുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിയുന്നതോടുകൂടി തന്നെ മംഗളമായിട്ടുള്ള പൂജകളോടുകൂടി തന്നെ നടത്തി അതുകൊണ്ട് എല്ലാവിധ ആഘോഷങ്ങളും നടത്തി ഞങ്ങൾ ഈ ഉത്സവം ഇന്നോടുകൂടി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടുകൂടിയാണ് ഈ ഉത്സവം അവസാനിക്കുന്നത്. 5 കിലോമീറ്റർ ദൂരെ ഈ അഞ്ചൽ നിന്നും അകലെയാണ് കുട്ടനാട് മഹാദേവ ക്ഷേത്രം. ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ ഈ നാട്ടിലെ എല്ലാ ആളുകളും എല്ലാ ഭക്തജനങ്ങളെയും ഇവിടേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കി മാറ്റി തരണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. മഹാദേവന്റെ നാമത്തിൽ അപേക്ഷിക്കുക.